വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും അല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റാങ്ക്, എക്കലൻ ഫോം എല്ലാം നോക്കി. നമുക്ക് ഗോസ് എലിമിനേഷൻ മെത്തേഡ് സോൾവ് 7 മാർക്സ് ക്വസ്റ്റ്യനാണ് നമുക്ക് നോക്കാം. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, നോ സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ, 3 കേസ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യും. Question number 1. X plus y minus z is equal to 9. 8y plus 6z is equal to minus 6. Minus 2x plus 4y minus 6z is equal to 40. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതാം. നമുക്ക് എ ബി എന്ന് പേര്. ഫസ്റ്റ് എക്സ് വൈ ഇസഡ് ആ ഓർഡറിൽ കോഎഫിഷ്യൻ്റ് എഴുതാം. 1 1 മൈനസ് 1. ഇവിടെ എക്സ് ഇല്ല അല്ലേ? 0 8 6 -2 4 -6. ലാസ്റ്റ് കോളം നമ്മൾ ഈക്വൽ സൈൻ കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് 9 -6 40. ഓക്കെ. ഇപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എക്കലൻ ഫോം പഠിച്ചു. ഇവിടെ നമുക്ക് എക്കലൻ ഫോം കംപ്ലീറ്റ് ആ മോഡൽ വരണമെന്നില്ല. നമുക്കിവിടെ എന്താക്കിയാൽ മതി? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് വെച്ചാൽ ഈ 2 നമ്പർ 0 ഇത് 0 അങ്ങനെ. ഇപ്പോൾ ഇവിടെ 3/4 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇത് 2 0 ആയിരിക്കണം. പിന്നെ ഇത് 1 ആക്കാം. 1 ആക്കിയിട്ട് ഇവിടെ 0. ഇവിടെ 1 ആക്കിയില്ലെങ്കിൽ ഈ നമ്പർ 0 ആയിരിക്കും. ഓക്കെ. ഇതിപ്പോൾ ഓൾറെഡി 0 ആണ്. നമ്മൾ -2 മാത്രം 0 ആക്കാം. -1 -1 -9 0 8 6 -6 -2 + 2 ചെയ്താൽ 0 വരും അല്ലേ? അപ്പം നമുക്ക് R3 എങ്ങനെ മാറ്റാം? R3 to R3 + 2R1 -2 + 2 0 4 + 2 6 -6 + -2 -8 40 + 18 58. ഇപ്പോൾ നമ്മൾ ഈ നമ്പറിനെ വെച്ച് നോക്കുക ഇതെങ്ങനെ നമുക്ക് 0 ആക്കാം. അങ്ങനെ ഇനി അടുത്ത് നമുക്ക് ഇത് 0 ആക്കണം. സ്റ്റാൻഡേർഡ് എക്കലൻ ഫോം ആണെങ്കിൽ നമ്മളിതിനെ 1 ആക്കണം. ഇതിലിപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഇത് 1 ആക്കണം എന്നില്ല, നമുക്കിത് 0 ആക്കണം. അപ്പം നമുക്കിവിടെ 1 1 1 -1 9 0 8 6 -6 4 × 6 24 3 × 8 24. നമുക്ക് R3 എങ്ങനെ മാറ്റാം? R3 to 4R3 -3R2 0 0 -32 -18. ഇവിടെ എത്ര വരും? -50 58 × 4 282 -232 ഞാൻ 8 ആയി. 232 + 18 250. ഇനി നമുക്ക് ഇവിടെ റോ ഇല്ല അല്ലേ? അപ്പം നമുക്ക് ഇനിയും ഇത് 1 ആക്കണം എന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് റാങ്ക് നോക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ യുണീക്ക് സൊല്യൂഷൻ ആണോ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ, നോ സൊല്യൂഷൻ ആണോ ചെക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ റാങ്ക് ഓഫ് എ ബി, ഇത് എ ബി ആണ് അല്ലേ? 1
2 3. നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ്? 3. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലാസ്റ്റ് കോളം ഒന്ന് മാറ്റി നിർത്തുക. 1 2 3. റാങ്ക് ഓഫ് എയും എന്താ? 3. അപ്പം നമ്മൾ മൊത്തം നോക്കുമ്പോൾ റാങ്ക് ഓഫ് എ ബി കിട്ടും. ഈ ലാസ്റ്റ് കോളം മാറ്റി നിർത്തിയിട്ട് ഇത്രയും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ്? 3. അതാണ് റാങ്ക് ഓഫ് എ. സോ റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. രണ്ടും സെയിം ആണ്. ഇനി ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സ് വൈ ഇസഡ് 3 വേരിയബിൾസ് അല്ലേ? നമ്പർ ഓഫ് വേരിയബിൾസ് ഇങ്ങനെ വരുന്ന കേസിലാണ് കൺസിസ്റ്റൻറ്റ് യുണീക്ക് സൊല്യൂഷൻ. പിന്നെ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും സെയിം ആയിരിക്കണം. അത് തന്നെയായിരിക്കണം നമ്പർ ഓഫ് വേരിയബിൾസ്. സോ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ്, ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. കൺസിസ്റ്റൻ്റ് ആണ്, യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്. ഇനി നമുക്ക് യുണീക്ക് സൊല്യൂഷൻ എങ്ങനെ നോക്കാം. 0x + 0y - 50 z is equal to 250. So z is equal to -5. 0x + 8y + 6z is equal to -6. z -5 -30. -30 റൈറ്റ് സൈഡിൽ പോകും. -6 + 30 24. So 8y is equal to 24. y is equal to 3. ഇനി നമുക്ക് ഫസ്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x plus y minus z is equal to 9. x plus 3 minus -5 plus 5 is equal to 9. So x is equal to 9 minus 8 1. ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടി. കൺസിസ്റ്റൻറ്റ് യുണീക്ക് സൊല്യൂഷൻ്റെ കണ്ടീഷൻ എന്താണ്? റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി is equal to number of variables. Question number 2. (2x + z) x minus y minus z is equal to 1. 3x minus y is equal to കോഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി എഴുതാം. കോഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് എഴുതിക്കണം കേട്ടോ. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 2 y ഇല്ല, 1 -1 -1 3 -1 0 3 1 4. നമുക്കിവിടെ ഒന്നുകിൽ മൈനസ് ചെയ്തത് 1 ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് R2 to R1 R1 to R2 ഇൻ്റർചേഞ്ച് ചെയ്യാം. 1 -1 -1 1 2 0 1 3 3 -1 0 4 R1 to R2 R2 to R2. നമുക്കിത് 1 ആണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കിത് രണ്ടും ഇനി 0 ആക്കണം. ഫസ്റ്റ് റോ അതുപോലെ എഴുതുക. R2 to 2 - 2 0 വരും അല്ലേ. R2 to R2 - 2 R1 R3 to R3 - 3 R1 0 0 0 -2 2 1 -2 3 3 -2 1 -1 -3 2
0 minus minus 3 3. 4 minus 3 1. ഇത് നമുക്ക് 2 ആയാലും കുഴപ്പമില്ല, പക്ഷേ ഈ നമ്പർ എന്തായിരിക്കണം? 0. ഇവിടെ 2 മൈനസ് 2 ചെയ്താൽ മതി അല്ലേ. 0 2 3 1 0. ഇവിടെ നമുക്ക് എഴുതേണ്ടത് R32 R3 മൈനസ് R2. 0 മൈനസ് 0 0. 2 മൈനസ് 2 0 0 0. ഇനി നോക്കി, അപ്പം നമുക്കിത് 2 0 ആയി, ഇതും 0 ആയി. നമ്മൾ ഈ ലാസ്റ്റ് കോളം മാറ്റി നിർത്തിയാൽ റാങ്ക് ഓഫ് എ എത്രയാണ്? 1 2. നീറോ കംപ്ലീറ്റ് എലിമെൻറ്റ് 0. നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ്? 2. റാങ്ക് ഓഫ് എ ബി ദാറ്റ് ഈസ് ഓൾസോ 2. റാങ്ക് ഓഫ് എ ബി റാങ്ക് ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. പക്ഷേ ഇവിടെ രണ്ടും റാങ്ക് ഈക്വലാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്താണ്? ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. നമ്പർ ഓഫ് അൺനോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾസ് അതിനേക്കാളും റാങ്ക് കുറവാണ്. കൺസിസ്റ്റൻ്റ് ആണ്, പക്ഷേ എന്താണ്? ഇൻഫിനിറ്റിലി മെനി സൊല്യൂഷൻ. ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ്. ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ്? 3. ഇപ്പം നമുക്ക് ഒരു വേരിയബിൾ, ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾസ് 3 ആണ്, റാങ്ക് എന്താണ്? 2. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ സൊല്യൂഷൻ എന്താ? കൺസിസ്റ്റൻ്റ് ആണ്, പക്ഷേ ഇൻഫിനിറ്റിലി മെനി സൊല്യൂഷൻ. ഇൻഫിനിറ്റിലി മെനി സൊല്യൂഷൻ്റെ കണ്ടീഷൻ എന്താണ്? റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. Rank of AB is equal to rank of A is equal to 2. That is less than number of variables. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് ബട്ട് ഇറ്റ് ഹാസ് ഇൻഫിനിറ്റിലി മെനി സൊല്യൂഷൻ. ഇനി നമുക്ക് മെനി സൊല്യൂഷൻ കാണും. സീറോ എക്സ് പ്ലസ് 2y പ്ലസ് 3z is equal to 1. 1x മൈനസ് വൈ മൈനസ് ഇസഡ് 1. നമുക്ക് ഇസഡും വൈയും രണ്ടിലും കോമൺ ഉണ്ടല്ലേ. ഇവിടെ നമുക്ക് ഒരു വേരിയബിൾ, ആ 1 വേരിയബിൾ എന്നുള്ളത് എങ്ങനെ കിട്ടി? നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ്? 3. റാങ്ക് 2. 3 മൈനസ് 2 1. നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേരിയബിൾ നമുക്ക് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാം. 3 മൈനസ് 2 1. അങ്ങനെയാണ് 1 കിട്ടുന്നത്. നമുക്ക് ഇസഡ് അല്ലെങ്കിൽ വൈ നമുക്ക് ടി എന്ന് കൊടുക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു ടി ഫോർ സം റിയൽ നമ്പർ ടി. വൈ എത്ര കിട്ടും? വൈ ഈസ് ഈക്വൽ ടു 1 മൈനസ് 3t ഡിവൈഡഡ് ബൈ 2. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് വൈ പ്ലസ് ഇസഡ്. 1 പ്ലസ് വൈ 1 minus 3t by 2 plus t. 2 into 1 2. 1 minus 3t plus t whole divided by 2. 2 plus 1 3 minus t divided by 2. Where t is any real number. Where t is any real number. Z ഞാൻ t കൊടുത്തു. y എത്ര കിട്ടി? 1 minus 3t divided by 2. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് വൈ പ്ലസ് ഇസഡ്. 1 പ്ലസ് വൈ ഇസഡ് ടി. ടേക്കിംഗ് എൽ സി എം 2 പ്ലസ് 1 മൈനസ് 3t പ്ലസ് 2t ഹോൾ ഡിവൈഡഡ് ബൈ 2. 2 പ്ലസ് 1 3 മൈനസ് 3 പ്ലസ് 2 മൈനസ് 1t ഹോൾ ഡിവൈഡഡ് ബൈ 2. ഫോർ സം റിയൽ നമ്പർ നമുക്ക് ഇൻഫിനിറ്റിലി മെനി സൊല്യൂഷൻ നോക്കി, യുണീക്ക് സൊല്യൂഷനും കിട്ടി. നമുക്ക് നോ സൊല്യൂഷൻ നോക്കാം. question. Two x minus 5y plus 2z
is equal to minus 3. Minus x minus 3y plus 3z is equal to minus 1. X plus y minus z minus x plus y is equal to 1. Augmented matrix AB 2 minus 5 2 minus 3 minus 1 minus 3 3 minus 1 1 minus 0 minus 1 1 0 1. നമുക്ക് ഒന്നിൽ 2 പ്ലസ് മൈനസ് 1 ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റും തേർഡും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുക. R1 to R3 R1 1 minus 1 0 minus 1 minus 3 3 minus 1 2 minus 5 2 minus 3 minus 1 1 0 1. ഇടയ്ക്കൊരു മൈനസ് പോയാൽ തീർന്നു, നമ്മൾ ശ്രദ്ധിച്ചെഴുതണം. ഇനി നമുക്ക് ഈ 1 വെച്ചിട്ട് ഇത് 3 ആദ്യം 0 ആക്കണം. 1 1 minus 1 0 minus 1 plus 1. അപ്പം നമുക്ക് R2 എങ്ങനെ മാറ്റാം? R2 plus R1 minus 1 plus 1 0 minus 3 plus 1 minus 2 3 plus minus 1 2 minus 1. ഇനി 2 minus 2 ചെയ്യണം അല്ലേ? R3 minus 2R1 0 minus 5 minus 2 minus 7 2 minus minus 2 4 minus 3 minus 1 plus 1 ചെയ്താൽ 0 വരും. R4 plus R1 minus 1 plus 1 0 2 minus 1 1. ഇനി നമുക്ക് ഈ നമ്പർ ഇവിടെ വെച്ചിട്ട് ഇത് രണ്ടും 0 ആക്കണം. 1 1 minus 1 0 0 minus 2 2 minus 1 R3 to 2 R3 minus 7 R2 2 R3 എന്ന് പറയുമ്പോൾ minus 14 minus 14 0 2 R3 2 into 4 8 2 into 4 8 minus 7 into 2 14 minus 6 2 into minus 3 minus 6 minus plus 7 1. ഇനി ഈ നമ്പർ 0 ഒക്കെ നമുക്ക് എളുപ്പമാണ്. 2 plus minus 2 R4 plus R2 minus 2 plus 2 0 1 0 minus 1 plus 2. ഇപ്പം നോക്കിയത് ഓൾറെഡി 1 ആയി അല്ലേ? ഒന്നുകൂടെ പറയാം. 0 minus 2 2 minus 1 0 R3 2 R3 minus 7 R2 2 into minus 7 minus 14 minus 2 into minus 7 2 R3 minus 14 minus 7 into minus 2 0 വരും. 2 into 4 8 minus 7 into 2 minus 6 2 into minus 3 minus 6 minus 7 into minus 1 minus 7 plus 7 that is 1. 2 plus minus 2 0 minus 1 plus 2 1 1 plus minus 1
0. ഇനി നോക്ക് ഈ നമ്പർ 0 ആക്കണം അല്ലേ, കാരണം അടുത്തത് ഇതാണ് 0 ആക്കേണ്ടത്. ഇത് നമുക്ക് 0 ആക്കാൻ എളുപ്പമാണ്. 6R3 + R2 ചെയ്തു, 6R4 + R2. 1 1 -1 0 0 -2 2 -1 0 0 -6 1 0 0 6 + -6 0 0 + 6 6 × 0 0 0 + 1. ഇവിടെ ഞാൻ ചെയ്ത ഓപ്പറേഷൻ R4 to 6 R4 + R3. ഓക്കെ, ഇങ്ങനെ ആയിരുന്നാലും ഇവിടെ 0 വന്നാൽ മതിയല്ലോ. ഓക്കെ, റാങ്ക് ഓഫ് എ ബി നമ്മൾ നോക്കിയാൽ 1 2 3 4. പക്ഷെ റാങ്ക് ഓഫ് എ നോക്കിയാലോ 1 2 3, കാരണം ഈ റോ കംപ്ലീറ്റ് 0 ആയി അല്ലേ. റാങ്ക് ഓഫ് എ ബി is equal to rank of A, not equal. Rank of AB is equal to, we get 4. Rank of A is equal to 3. It is not equal. Therefore, system is inconsistent. No solution. മറ്റേ രണ്ടിലും ഇൻഫിനിറ്റിലി മെനി സൊല്യൂഷനിൽ യുണീക്ക് സൊല്യൂഷനിലും കൺസിസ്റ്റൻ്റ് എന്ന് പറയാം, പക്ഷേ സൊല്യൂഷൻ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇതിൽ ഇൻകൺസിസ്റ്റൻറ്റ്, നോ സൊല്യൂഷൻ. The system is inconsistent, no solution. The given system has no solution. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും നോട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് റാങ്ക് ഓഫ് എ ബി നോക്കുമ്പോൾ മൊത്തം നോക്കുക. ഇവിടെ 4 നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ് 4. നമ്മൾ ലാസ്റ്റ് കോളം മാറ്റി നിർത്തിയ നമ്പർ ഓഫ് നോൺ സീറോ റോസ് 3. അതാണ് റാങ്ക് ഓഫ് എ. ദറ്റ് ഈസ് നോട്ട് ഈക്വൽ. സോ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. നോ സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് അടുത്തത് ഏഗൻ വാല്യൂ, ഡയഗണലൈസേഷൻ, അങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് ഇതിനിടാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ആവണം. താങ്ക് യു.